നാരായണ 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 രാമ 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 ശ്രീരാഘവം ദശരഥാത്മജം അപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹും അരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. നമോസ്തു രാമായ സശക്തികായ നീലോൽപലശ്യാമള കോമളായ കിരീടഹാരാംഗദ ഭൂഷണായ സിംഹാസനസ്ഥായ മഹാപ്രഭായ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 രാമ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും
സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ അമൃതത്തിൽ ഇന്ന് 11ാം സുദിനത്തിലെ കഥാഭാഗങ്ങളാണ് അനുസ്മരിക്കുന്നത്. ശ്രീരാമചന്ദ്രസ്വാമി വനവായാത്രയ്ക്ക് തയ്യാറായി. പൗരജനങ്ങളും ഒക്കെ വളരെ ദുഃഖത്തോടുകൂടി ശ്രീരാമനെ പിന്തുടരാൻ തയ്യാറായിട്ടിരിക്കുന്നു. താതന്റെ അനുജ്ഞ വാങ്ങിക്കൊണ്ട്, ആ വനവാസത്തിനുള്ള അനുജ്ഞ വാങ്ങിക്കൊണ്ട് പുറപ്പെടാൻ തയ്യാറായിട്ട് ദശരഥന്റെ ഗൃഹത്തിലേക്ക് പോകുന്ന സമയത്തുള്ള പുരവാസികളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടി വാമദേവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു. രാമ സീതാ രഹസ്യം എല്ലാവർക്കും വേണ്ടതുപോലെ ബോധ്യപ്പെടുത്തി. പ്രത്യേകിച്ചും നമ്മൾ ദുഃഖിക്കുകയല്ല വേണ്ടത്, നിലവിളിക്കുകയല്ല വേണ്ടത്. രാമനെ ചിന്തിച്ച് ദുഃഖിയായി കാരുമേ, രാമരാമേതി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യന്, നിത്യവും രാമനാമം ജപിക്കുന്നവർക്ക് മൃത്യുഭയാദികളൊന്നുമില്ല. മൃത്യുവില്ല എന്നല്ല, മൃത്യുഭയമില്ല. മോക്ഷം സിദ്ധിക്കും. ദുഃഖ സൗഖ്യാദി വികല്പങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള അവസ്ഥ മനസ്സിന്റെ നിശ്ചയദാർഢ്യത്തിലേക്ക് എത്തിച്ചേരുമെന്നൊക്കെ പറഞ്ഞുകൊടുത്ത് ബോധ്യപ്പെട്ടു. ഇവിടെ ശ്രീരാമനും മൈഥിലിക്കും അനുജനും വേറെ വേറെ ക്ഷീരങ്ങൾ, വൽക്കലങ്ങൾ നൽകി. രാഘവൻ ആ വന്യ ക്ഷീരങ്ങൾ, ആ മരവുരി എന്ന് പറയുന്ന വസ്ത്രമാണ്. ക്ഷീരം വസനം, വസ്ത്രം, അത് ധരിച്ചു. ലക്ഷ്മണനോടും ഈ വൽക്കലം ധരിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നു. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ട് ദുഃഖത്തോടുകൂടി ഞാൻ എങ്ങനെ ഇത് ധരിക്കും? ഈ മരവുരി, മരത്തിന്റെ ഒരു തരം പ്രത്യേക മരത്തിന്റെ തൊലിയാണ്, ഇതെങ്ങനെ ധരിക്കുമെന്ന് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടും പരിഭ്രമില്ലാതെ അത് വാങ്ങിച്ച് നിലവിലുള്ള ആ വിശേഷ വസ്ത്രത്തിന്റെ മുകളിൽ ധരിപ്പിച്ചു ശ്രീരാമചന്ദ്രസ്വാമി. ഇവിടെ കാനന ദുഃഖ നിവാരണാർത്ഥം അതായത് പറഞ്ഞുകൊടുത്തു. പതിയുടെ മാനസവും സ്മരിച്ചുകൊണ്ട് അങ്ങനെ വസിഷ്ഠന്റെ നിർദ്ദേശം, അനുഗ്രഹം ഉണ്ടായി. ഭർത്തൃ ശുശ്രൂഷ ചെയ്ത് പിരിയാതെ ചിത്തശുദ്ധിയോടുകൂടി സഞ്ചരിച്ചോളൂ കേട്ടോ, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും, ഒന്നും വിഷമിക്കാനില്ല എന്ന് പറഞ്ഞുകൊടുത്തു. ഈ സമയത്ത് ദശരഥൻ വിലപിക്കുന്ന രംഗം ഒരു ഭാഗത്ത്. ദശരഥ വിലാപം. പുത്ര ഹാ രാമ സൗമിത്രേ ജനകജേ, രാമ രാമ ത്രിലോകാഭിരാമാംഗ, ഹാ മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ, ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം. തേരും ഒരുമിച്ചു നിർത്തി സുമന്ത്രരും, ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു. തേരിൽ കരേറുക സീതേ, വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ, ഇന്ദിരാവല്ലഭനാകിയ രാമനും. മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ. ലക്ഷ്മണനും എല്ലാവരും തേരിൽ കയറി. എല്ലാവരും നിലവിളിച്ചുകൊണ്ട് പിന്നാലെ പുറപ്പെടുവൻ തയ്യാറായി. അങ്ങനെ ആ യാത്ര, വനയാത്ര സന്ധ്യാസമയത്തോടുകൂടി ഇവിടെ ഒരു വൃക്ഷ ചുവട്ടിൽ ഗംഗയുടെ തീരത്തെത്തി.
വൃക്ഷമൂലെ ശയനം ചെയ്ത് ഉറങ്ങി. അന്നത്തെ ദിവസം അങ്ങനെ കഴിയുകയാണ്. എല്ലാവരും, പുരവാസികളെല്ലാവരും ഒരുമിച്ച് അവിടെ തന്നെയാണുള്ളത്. രാമനോടൊപ്പം ഞങ്ങൾ കൂടിയുണ്ട്. രാമനില്ലാത്ത നാട്ടിൽ ഇനി ഞങ്ങൾക്ക് ജീവിതം വേണ്ട എന്ന് ഉറച്ചുകൊണ്ട് ദുഃഖത്തോടുകൂടി രാമനോടൊപ്പം പുറപ്പെട്ടിരിക്കുന്ന നാനാപുരവാസികളും ഇവിടെ കഴിഞ്ഞുകൂടുന്നു. ഒരു വൃക്ഷമൂലത്തില്, ആ വൃക്ഷച്ചുവട്ടില് വേരിനോട് ചേർന്നുള്ള അവിടെ ഇതാ സുഖമായിട്ട് രാമനും സീതയൊക്കെ കിടക്കുന്നു. ലക്ഷ്മണൻ അമ്പും വില്ലും ധരിച്ചുകൊണ്ട് അങ്ങനെ ആയുധധാരിയായിട്ട് സംരക്ഷിക്കാനായിട്ട് ഇരിക്കുന്നു. ഈ സമയത്ത് പൗരജനങ്ങളൊക്കെ ക്ഷീണം കൊണ്ട് രാത്രി, അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ശ്രീരാമചന്ദ്രൻ കൊട്ടാരത്തിലേക്ക് ഇല്ലെങ്കിൽ ഞങ്ങളും കൊട്ടാരത്തിലേക്കില്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന ജനങ്ങളാണെന്ന് മനസ്സിലായി. ആ സമയത്ത് രാഘവൻ പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടണം. ഇവര് രാവിലെ ഉണരുമ്പോഴേക്കും ഇവിടുന്ന് സ്ഥലം വിട്ടില്ലെങ്കിൽ പ്രശ്നമാകും. അതുകൊണ്ട് രാത്രി തന്നെ പുറപ്പെടണമെന്ന് പറഞ്ഞു. എല്ലാ പൗരജനങ്ങളും ഉറങ്ങുന്ന സമയത്ത് അവിടെ നിന്നും പുറപ്പെട്ടു. ആ ഗംഗാതടത്തിൽ എത്തിയിട്ട് അവിടെ മംഗളസ്നാനമൊക്കെ ചെയ്തു. ഇവിടെ ശൃംഗിവേരം എന്നു പേരായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അവിടുത്തെ ഭരണാധികാരി ഗുഹനാണ്. രാമാഗമന മഹോത്സവം എത്രയും സന്തോഷത്തോടുകൂടി ഉൾക്കൊണ്ട് കേട്ട് ഗുഹൻ അങ്ങനെ സ്വീകരിക്കുന്നു. ധന്യനായേനടിയനെന്നു കേവലം നിർണയം, നൈഷാദ ജന്മവും പാവനം, നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ. അയോധ്യയുടെ ഭാഗം തന്നെയാണ് ഈ കാടും. അതുകൊണ്ട് ഇവിടുത്തെ ഒരു ഭരണാധികാരി, നാടുവാഴി എന്നുള്ള നിലക്ക് ഞാൻ കഴിഞ്ഞുകൂടുന്നു. നിഷാദ ജന്മം, എൻ്റെ കാട്ടാള ജന്മം സഫലമായി അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചു. ഭക്ഷണവും ഒന്നും എനിക്ക് വേണ്ടതില്ല എന്ന് പറഞ്ഞു. അതിനൊന്നും സ്വീകരിക്കാൻ നേരമില്ല. പിന്നെ ഈ ജന്മത്തിൽ ചെയ്ത ദുഃഖമല്ല നമ്മൾ അനുഭവിക്കുന്നത്, പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിനാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. കുറെ ദുഃഖം അധികമുണ്ട്, അതുകൊണ്ട് കുറച്ചാർക്ക് കൊടുക്കാന്ന് വിചാരിച്ചാൽ പറ്റില്ല. എനിക്ക് കുറച്ച് സുഖം അധികമുണ്ട്, കുറച്ച് സുഖം നിങ്ങൾക്ക് തരട്ടെ, ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ പറ്റില്ല. അത് അവരവര് അനുഭവിക്കേണ്ടതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ സമയത്ത് എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ ഇപ്പോൾ സമയമില്ല എന്നല്ല, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വന്നിട്ട് കഴിച്ചോളാം. ഞാൻ മറ്റെവിടെയും വെച്ച് ഭക്ഷണം കഴിക്കുക അതൊന്നും ഇനിയില്ല. ഇനി എൻ്റെ ലക്ഷ്യം കാനനമാണ്, ഒട്ടും വൈകരുത്. ഇനി വൈകുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് പിറകോട്ട് പോവുകയാണ് എന്നാണ് അർത്ഥമാക്കേണ്ടത്. അതുകൊണ്ട് താപസ വേഷത്തിന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഈ തലമുടിയൊക്കെ ഇതുപോലെ വരരുത്. താപസ വേഷമാകുമ്പോൾ ജടയുണ്ടാവണം. ആലിന്റെ പാല് കൊണ്ട് ജട പിരിച്ച് അങ്ങനെ താപസ വേഷം ധരിച്ച് കെട്ടിവെച്ച് അതാ കാനനത്തിലേക്ക് യാത്രയാകുന്നു. 14 സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ ചിത്തവിഷാദം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം. ഈ ശ്രീരാമൻ ഉച്ചനീചത്വങ്ങളില്ലാത്ത അവതാര പുരുഷനായിട്ട് കാണിച്ചു തരികയാണ്. കാരണം ഈ നിഷാദനായ കാട്ടാളനായ ഗുഹനെ, ഈ തോണി ഗംഗാനദി തോണി കടത്തി വനത്തിലേക്ക് എത്തിക്കുന്നത് ഈ ഗുഹനാണ്. ആ ഗുഹനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു കാട്ടാളനെ അല്ലെങ്കിൽ ഒരു നിഷാദനെ, ഒരു തോണിക്കാരനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അനുഗ്രഹം കൊടുത്തുകൊണ്ട് ഉത്തമ സൗഹൃദം കാണിച്ചുകൊണ്ട് ഗാഠം ചിത്തമോദേന ഗാഠാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകെന്നയച്ചു രഘുത്തമൻ. ഭക്തിയാ നമസ്കരിച്ച് അഞ്ജലിയും ചെയ്ത് മന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം പുക്കു ചിന്തിച്ചു മരുവിനാൻ.
അങ്ങനെയാണ് വൈദേഹിയോടുകൂടെ ശ്രീരാമേന്ദ്രസ്വാമിത അങ്ങനെ കാനനത്തിലേക്ക് യാത്രയായി. അങ്ങനെ ആ വഴിയൊക്കെ കാണിച്ചു കൊടുത്തതനുസരിച്ച് ഇവിടെയാണ് ചിത്രകൂടം. വളരെ വിശേഷപ്പെട്ട സന്യാസിമാരുടെ ആശ്രമങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്. അങ്ങനെ ഭരദ്വാജ ആശ്രമത്തിലേക്കാണ് കാനനത്തിലേക്കുള്ള യാത്രയിൽ വനവാസത്തിൽ ആദ്യമായിട്ട് എത്തിച്ചേരുന്ന ആശ്രമം ഏതാണ്? ഭരദ്വാജ ആശ്രമത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ആ ഭരദ്വാജ ആശ്രമ പ്രവേശം ആശ്രമോപാന്തേ ദശരഥപുത്രന് ശ്രുത്വാ ഭരദ്വാജനിത്തം സമുത്തായ ഹസ്തേ സമാദായ സാഖ്യപാദാദിയും ഗത്വാ രഘൂത്തമസന്നിധോ സത്വരം വേണ്ടതുപോലെ സ്വീകരിച്ചു. ആ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി. അങ്ങനെ മഹർഷി ഭരദ്വാജ മഹർഷി ഗംഗാ യമുന സംഗമസ്ഥലം പ്രയാഗ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവിടെയാണ് ഭരദ്വാജ ആശ്രമം. വേണ്ടതുപോലെ സൽക്കരിച്ച് അന്ന് രാത്രി അവിടെ കഴിഞ്ഞുകൂടി. ഭരദ്വാജ ആശ്രമത്തിൽ നിന്ന് 10 നാഴിക അകലെയാണ് ചിത്രകൂട പർവ്വതം. താമസത്തിന് അനുയോജ്യമായ ചിത്രകൂടത്തിലെ അവിടെ എത്തുന്നു. അവിടെയാണ് വാൽമീകി മഹർഷിയുടെ ആശ്രമം. ചിത്രകൂട പർവ്വതത്തിലാണ്. അങ്ങനെ വാൽമീകി ആശ്രമത്തിലേക്ക് പോകുന്നു. വാൽമീകി മാമുനി സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ സന്തോഷത്തോടുകൂടി ശ്രീരാമചന്ദ്രസ്വാമിയുടെ ആ സ്വരൂപത്തെ നേരിട്ട് കാണുകയാണ്. തപസ്സിലൂടെ കണ്ടിട്ടുള്ള കേട്ടറിഞ്ഞിട്ടുള്ള ആ സ്വരൂപത്തെ രാമം രമാപരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരം ഇന്ദീവരേക്ഷണം ഇന്ദ്രാദിവൃന്ദാര കൈരഭിവന്ദിതം ബാണതൂണീരധനുർധരം വിഷ്ടപത്രാണനിപൂണം ജഡാമകൂടോജ്വലം ജാനകീ ലക്ഷ്മണോപേതം രഘൂത്തമം മാനവേന്ദ്രൻ കണ്ടു വാൽമീകിയും തഥാ സന്തോഷബാഷ്പാകുലക്ഷനായി രാഘവന്തൻ തിരുമേനി ഗാഠം പുണർന്നിടിനാൻ. എനിക്ക് വസിക്കാൻ ഒരു സ്ഥലം വേണം. ഞാൻ വനവാസത്തിന് പുറപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് വസിക്കാൻ ഒരു സ്ഥലം വേണം, അതൊന്ന് പറഞ്ഞു തരണം എന്ന് വാൽമീകി മഹർഷിയോട് സ്വീകരണമൊക്കെ കഴിഞ്ഞപ്പോൾ രാമൻ അഭ്യർത്ഥിക്കുന്ന സമയത്ത് പറയുന്ന വാക്കുകൾ: സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകേഷു നീയും വസിക്കുന്നു. ഇങ്ങനെ സാധാരണം സർവനിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. എല്ലാ ലോകങ്ങളും അങ്ങയിലാണ് വസിക്കുന്നത്, അങ്ങ് എല്ലാ ലോകത്തിലും വസിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയ്ക്ക് ഒരു വാസസ്ഥലം കാണിച്ചു തരേണ്ടത് എവിടെയാണ്, എന്താണ് എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചുകൊണ്ട് പറയാമെന്ന് പറയുന്നു. അങ്ങനെ ആ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അവിടെ അങ്ങനെ വാൽമീകിയുടെ ആതിഥ്യ മര്യാദകൾ സ്വീകരിച്ചുകൊണ്ട് ആ വാൽമീകിയുടെ ആശ്രമത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സന്ദർഭം. ഈ സമയത്താണ് വാൽമീകി മഹർഷി അവിടെ എല്ലാ സൗകര്യങ്ങളും, താമസം ഉറപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്യാനും പർണശാല പണിത് വാസ്തു ഹോമം ചെയ്ത് ഗൃഹപ്രവേശം ചെയ്ത് ഇനി താമസം ഇവിടെ ഉറപ്പിക്കാമെന്ന് ഉറപ്പിച്ചു. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ശിഷ്യഗണങ്ങളോടുകൂടി വാൽമീകി മഹർഷി ചെയ്തു കൊടുക്കുന്ന രംഗം. പക്ഷെ അതുവരെ ഇവിടെ താൽക്കാലികമായിട്ട് താമസിക്കാനുള്ള തീരുമാനമെടുത്തു. അങ്ങനെ വാൽമീകി ആശ്രമത്തിൽ അങ്ങനെ കഴിയുന്ന സമയത്ത് ആ വാൽമീകി
മഹർഷിയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് അവിടെ താമസിക്കാൻ തയ്യാറായി. ഈ സമയത്താണ് വാൽമീകി മഹർഷി തൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തൻ്റെ പൂർവ്വ ചരിത്രം വർണ്ണിക്കുന്ന അതിമനോഹരമായ ഒരു രംഗം വിവരിക്കുന്നു. അതായത് അങ്ങയുടെ കഥകളിലൂടെ, അങ്ങയുടെ നാമത്തിലൂടെ അങ്ങയിലേക്ക് മനസ്സുറപ്പിച്ച അടിയന് അങ്ങയെ നേരിട്ട് കാണാൻ സാധിച്ചത് മഹാഭാഗ്യാണ്. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലോ. ചിന്മയനായ നിന്നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ഞാൻ പണ്ട് ഒരു ബ്രാഹ്മണരുടെ വംശത്തിൽ പിറന്നിട്ടുണ്ടെങ്കിലും ശൂദ്ര സമാചര തൽപരനായ ഒരു ശൂദ്രധരണിയുമായിട്ട് വസിച്ച ആളാണ്. ഒരു ശൂദ്ര സ്ത്രീയുമായിട്ട് ബന്ധത്തോടുകൂടി അങ്ങനെ താമസിച്ചു. കാട്ടിൽ ചെന്ന് താമസിക്കേണ്ടുന്ന ഒരു കാട്ടാളനായിട്ട് കഴിഞ്ഞുകൂടി, നിഷാദനായിട്ടും കഴിഞ്ഞുകൂടി. അങ്ങനെ കഴിഞ്ഞുകൂടുന്ന സമയത്ത് ലജ്ജ കൂടാതെ കള്ളന്മാരുടെ സംഘത്തിൽപ്പെട്ട് കള്ളന്മാരോടുകൂടി കഴിഞ്ഞുകൂടുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ കള്ളന്മാരോടുകൂടി കൊള്ള സംഘത്തിൽപ്പെട്ട് കൊള്ളയും കൊലയും മറ്റ് ദുഷ്കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഞാനിതാ കഴിഞ്ഞുകൂടി. അങ്ങനെ കഴിഞ്ഞുകൂടുന്നതിനിടയില് ഒരിക്കല് സപ്തർഷിമാരെ പിടിച്ചു പറിക്കാനായിട്ട് വഴിയോരത്ത് ചെന്ന് നിന്നു. സപ്തർഷിമാരെ പിടിച്ചു പറിക്കാനായിട്ട് അവരുടെ ഭാണ്ഡം പിടിച്ച സമയത്ത് സപ്തർഷിമാര് ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാ ഇതൊക്കെ, ഈ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്, കഷ്ടമല്ലേ എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് പുത്രധാരാദികളുണ്ട്, ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവർക്കൊക്കെ ജീവിതമാർഗം വേണം, അതിനാണ് ഞാൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്, ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ, ഇതിനൊക്കെ മഹാപാപമുണ്ട്, ആ പാപം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നീ നിന്റെ കുടുംബത്തോട് ചെന്ന് ചോദിക്കൂ, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പാപകർമ്മങ്ങള് അത് ഞാൻ മാത്രമല്ല നിങ്ങൾ കൂടി ഏറ്റെടുക്കാൻ തയ്യാറല്ലേ, നിങ്ങൾ സ്വീകരിക്കില്ലേ എന്ന് ചോദിച്ചു നോക്കൂ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും, നീ വരുന്നത് വരെ ഞാൻ സംശയിക്കേണ്ട, സത്യമാണ് പറയുന്നത്, ഞങ്ങൾ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് തിരിച്ച് കുടുംബത്തിൽ ചെന്ന് ചോദിച്ചു, ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി, തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ, മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നോ എന്ന് ചോദിക്കുകയാണ്. അതായത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഈ പാപങ്ങളെ ഏറ്റെടുക്കണോ, നിങ്ങൾ കൂടി ഒപ്പം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ, നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചോരോതരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിന് താപേന ചെന്നു നമസ്കരിച്ചിടിനൻ നിത്യതപോധന സംഗമാഹേതുന ശുദ്ധമായി വന്നിതൻ അന്ധകരണവും. സജ്ജന സംസർഗം കൊണ്ട്, ആ താപസികളുടെ, സന്യാസിമാരുടെ, സപ്തഋഷികളുടെ ആ ബന്ധം കൊണ്ട്, സംസർഗം കൊണ്ട് എൻ്റെ മനസ്സ് ശുദ്ധമായി തീർന്നു. ഞാനിതാ തിരിച്ചെത്തി, അവരോട് സംഗതികളൊക്കെ പറഞ്ഞു. താൻ അനുഭവിക്കുന്ന കർമ്മങ്ങൾ താൻ തന്നെയാണ് അനുഭവിക്കേണ്ടത്, ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടത് താൻ തന്നെയാണെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കണം, എനിക്ക് കാര്യം ബോധ്യമായി. സപ്തഋഷികളുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അവര് പറഞ്ഞു, ഈ പാപങ്ങളൊക്കെ തീർക്കുന്നതിന് വേണ്ടി രാമനാമം ജപിക്കുക, എനിക്കറിയില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞത്. അവരോട് പറഞ്ഞു, അവർ പറഞ്ഞു, ഇതാ ജപിച്ചോളൂ, നിത്യം മരാമരേത്യേവം ജപിക്ക നിചിത്തമേകാഗ്രമാക്കിക്കൊണ്ട് അനാരതം
ഞങ്ങൾ ഇങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ ജപിച്ചിരുന്നീടു നീ ഇത്തമനുഗ്രഹം തത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചേരിനാൻ. മരാമര എന്ന് ജപിച്ചുകൊണ്ടാണ്, രാമ എന്ന് ജപിക്കാൻ അറിയാത്ത ഈ നിഷാദൻ കാട്ടാളൻ, രത്നാകരൻ എന്ന് പേരുള്ള ഈ കാട്ടാളൻ അന്ന് പറഞ്ഞു കൊടുത്ത കഥയിൽ അദ്ദേഹം പറയുന്നു, ഞാൻ രത്നാകരൻ എന്ന ഞാൻ അന്ന് സപ്തഋഷികളിൽ നിന്നും ഉപദേശം സ്വീകരിച്ച് മരാ 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 അങ്ങനെ നിരന്തരമായിട്ട് ജപിച്ചു. ആ സജ്ജനങ്ങളുടെ അനുഗ്രഹം കൊണ്ട് രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെ ആയി ചമഞ്ഞിടിനേൻ. ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിൻ അവകാശവും വന്നിതെനിക്കു മുന്നം ചെയ്ത പുണ്യവും. ഈ രാമന്റെ മഹത്വവും രാമനാമത്തിന്റെ മഹത്വവും വാൽമീകി മുനി ആയിത്തീർന്ന ബ്രഹ്മമുനിയായി തീർന്ന വാൽമീകി നേരിട്ട് കണ്ട് ശ്രീരാമനോട് പറയുന്ന വിശേഷപ്പെട്ട രംഗം. അതായത് രാമായണം എഴുതിയ വാൽമീകി മഹർഷി, രാമായണം എഴുതിയ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ 24,000 ശ്ലോകമുള്ള ഗായത്രി മന്ത്രത്തിലെ ഓരോ അക്ഷരം കൊണ്ടും ഓരോരായിരം ശ്ലോകങ്ങളോടുകൂടി 24,000 ശ്ലോകങ്ങളായിട്ട് ലോകത്തിൽ ആദി കാവ്യമായിട്ട് അറിയപ്പെട്ട രാമായണം രചിച്ച ആ യോഗീശ്വരൻ മഹർഷി, വാൽമീകി മഹർഷി, മഹാനായ ഋഷി മഹർഷി, ആ ഋഷി നേരിട്ട് ശ്രീരാമനോട് ഈ പറയുന്ന രംഗങ്ങൾ, അതായത് കഥാപാത്രമായിട്ട് രാമായണത്തില് നേരിട്ട് രാമനും ആ വാൽമീകിയും ഒരുമിച്ച് കാണുന്ന രംഗം, തുടർന്ന് ഉള്ള ഓരോ രംഗങ്ങൾ, പർണശാല പ്രവേശം, ദശരഥന്റെ ചരമഗതി അറിയുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് വിവരിക്കും. നമുക്ക് ഈ വാൽമീകിയുടെ വിശേഷപ്പെട്ട വരികൾ ശ്രദ്ധിക്കാം. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലോ ചിന്മയനായ നിന്നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്രദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്ര സമാചാര തൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും പ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചെന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ, നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്രൈവ ഞങ്ങൾ നിസ്സംശയം. ഇത്തമാകന്യ ഞാൻ വീണ്ടുപോയി ചെന്നുമൽ പുത്രധാരാദികളോടു ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ
മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കെന്നോ സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോടു ചൊല്ലിന. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചൊരോതരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യതബോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതെന്നന്തഃകരണവും നിത്യം മരാമരേത്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടനാരദം. ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. ഇത്തമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാർ. നത്വാ മരേതി ജപിച്ചിരുന്നേനകം ഭക്തിയാ സഹസ്ര യുഗം കഴിവോളവും. വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാം നായവേദിയായി ബ്രഹ്മജ്ഞനാകനീയെന്നരുൾ ചെയ്ത് എഴുന്നള്ളി മുനികളും അന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി. രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേൻ. ഇന്ന് സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിനവകാശവും വന്നിതെനിക്ക് മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു. കരുണാജലനിധേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണ ത്രിദശകുലപതേ. വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സ്വസാദരമാനന്ദം ഉൾക്കൊണ്ടു മേവിനാൻ ദേവമുനീവരസേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണാലയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.